മമതാ ബാനർജി ഭരിച്ചിരുന്ന ബംഗാളിൽ നുഴഞ്ഞുകയറിയ ബംഗ്ലാദേശികൾ ഇപ്പോൾ BJP ഭരണം വന്നപ്പോൾ തിരിച്ചു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവരിപ്പോൾ പറയുന്നത് അവർക്ക് അവിടെ നിൽക്കാനുള്ള വേണ്ടത്ര രേഖകൾ കൊടുത്തത് തൃണമൂൽ കോൺഗ്രസിന്റെ ആൾക്കാരാണ് എന്നാണ് അവരിപ്പോൾ പറയുന്നത്. അതുമാത്രമല്ല, ഇന്ത്യ രൂപീകരിച്ചിട്ട് ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഇപ്പോൾ ബംഗാളിൽ BJP ഭരണത്തിൽ വന്നിട്ടാണ് ബംഗ്ലാദേശ് ബംഗാൾ ബോർഡറിൽ ഇപ്പോൾ BSF ഫെൻസിങ് നടത്തുന്നത്, ഇല്ലെങ്കിൽ മതില് കെട്ടുന്നത്. അതിനും BJP ഭരണത്തിൽ വരേണ്ട വന്നു. ഏറ്റവും വലിയ കാര്യമെന്ന് പറഞ്ഞാൽ ഇവിടെ നുഴഞ്ഞു കയറിയ ബംഗ്ലാദേശികൾ പൂർണ്ണമായിട്ടും ബംഗ്ലാദേശിലേക്ക് തിരിച്ചു പോയിട്ടില്ല. അവര് BJP ഭരണമില്ലാത്ത സംസ്ഥാനങ്ങളിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. അതിന്റെ തെളിവാണ് കർണാടകയിൽ നിന്ന് നുഴഞ്ഞു കയറിയ ബംഗ്ലാദേശികളെ കണ്ടെത്തുകയും അത് ആൾക്കാർ തിരിച്ചറിയുകയും അത് സോഷ്യൽ മീഡിയയിലേക്ക് പ്രചരിപ്പിക്കുകയും അത് കേസാവുകയും ചെയ്തത്. അതുകൊണ്ട് മലയാളികൾ ശ്രദ്ധിക്കുക, ഇവിടെ അന്യസംസ്ഥാന തൊഴിലാളികൾ എന്നൊക്കെ പറഞ്ഞു വന്ന് നിൽക്കുന്നവർ എത്രത്തോളം ബംഗ്ലാദേശികളുണ്ട്, എത്രത്തോളം ഈ നുഴഞ്ഞു കയറിയവരുണ്ട് എന്നൊക്കെ ഒന്ന് തിരക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. കർണാടക വരെ എത്തിയിട്ടുണ്ടെങ്കിൽ എന്തായാലും അത് കേരളത്തിലും എത്തിക്കാണുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുകൊണ്ട് മനസ്സിലാക്കാം, BJP ഭരണത്തിലുണ്ടെങ്കിൽ ഇവിടെ നുഴഞ്ഞു കയറുന്ന ബംഗ്ലാദേശികൾക്കും അതേപോലെ തന്നെ നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യമായ പാകിസ്ഥാനിൽ നിന്ന് നുഴഞ്ഞു കയറുന്നവർക്കും ഒന്നും രക്ഷയില്ല എന്നതാണ് ഇതിലൂടെ മനസ്സിലാക്കാവുന്നത്.